എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടറോട്ട് കാർഡ് റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ഇത് കാലാതീതമാണ്, നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. 3 കാർഡുകൾ വെച്ചുകൊണ്ട് ഓരോരുത്തരുടെയും റീഡിങ് പറയുന്നൊരു ശൈലിയാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നവർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അത് കൃത്യമായി നാം അറിയാൻ ശ്രമിക്കുകയാണ്. 3 കാർഡുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഓരോ കാർഡിൻ്റെയുമായി റീഡിംഗ് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ദി ലവേഴ്സ് എന്ന കാർഡാണ് ആദ്യം വരുന്നത്. പ്രണയ സംബന്ധിയായ ഒരു കാർഡാണ് ദി ലവേഴ്സ്. ഈ കാർഡ് ഏറ്റവും ശക്തമായൊരു പ്രണയത്തെയാണ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരിക്കലും മറക്കാനാകാത്ത ഏറ്റവും ശക്തമായൊരു പ്രണയബന്ധത്തെയും ഒരു വ്യക്തിബന്ധത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായ പ്രണയബന്ധമാണെങ്കിലും സൗഹൃദ ബന്ധമാണെങ്കിലും അത് ദൃഢമാണ്. നിങ്ങൾ തമ്മിലുള്ള ആകർഷണവും ആത്മബന്ധവും ഏറ്റവും കുറ്റമറ്റതാണ്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ സ്വയം പരസ്പരം ആകർഷിക്കപ്പെടുന്നു, ആത്മബന്ധത്തിന് അതീതമായിരിക്കുന്നു. എന്നാൽ ഇത് ചിലപ്പോൾ ഒരാൾ രണ്ടായി ഇരിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയെയും സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്കിടയിൽ ഒരിക്കലും പ്രണയബന്ധം ശക്തമായിരുന്നോ അതോ മറ്റൊരാളുമായി താരതമ്യപ്പെട്ടിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ദൃഢമായ ഒരു പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദി ലവേഴ്സ് എന്ന കാർഡാണ്. അല്ലെങ്കിൽ ഒരിക്കൽ ദൃഢമായൊരു പ്രണയബന്ധത്തിലായിരുന്നു നിങ്ങൾ. ഇപ്പോഴും അങ്ങനെയാണ്, മാറ്റമില്ല, ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ നിഴലിക്കുന്നു. ഈ ഇഷ്ടം കൂടുമ്പോൾ അത് അങ്ങനെയാണ്, കൂടുതൽ ചികഞ്ഞ് ഒരാൾ മറ്റൊരാളിലേക്ക് പോകും. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ആത്മബന്ധത്തിൻ്റെ ഇഴ പാകിയ ഒരു പ്രണയബന്ധം, ഒരു സൗഹൃദ ബന്ധം, ആകർഷിക്കപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരസ്പരം സംശയിക്കുന്നു. കാരണം ഇഷ്ടത്തിന് ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പോലും നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാൾക്ക് ഒരു ശൂന്യത അവിടെ ഇല്ല, മറ്റൊരാൾക്ക് എടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരുവരുടെയും ഹൃദയം കാണുന്നത്. രണ്ടാമത്തെ 3 ഓഫ് സ്വാർഡ്സ് എന്ന കാർഡിലേക്കാണ് നാം പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ കാർഡ് മുൻപുണ്ടായിരുന്ന അവസ്ഥയാണ് സൂചിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ, മുൻപ് നിങ്ങൾ പരസ്പരം ഇഴചേർന്ന് പ്രണയിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, ആത്മബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് നടുവിലെ കാർഡ് കാണിക്കുന്നത്. 3 ഓഫ് സ്വാർഡ്സ്, 3 വാളുകൾ. ഈ കാർഡ് പകച്ച ഹൃദയത്തിൻ്റെ വേദനയെ കാണിക്കുന്നു. അത് നിങ്ങളുടേതായിരിക്കാം, ആ വ്യക്തിയുടേതായിരിക്കാം. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വിഷാദം, ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ 3-ാം വ്യക്തിയുടെ ഇടപെടലിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അത് വ്യത്യസ്ത തരത്തിൽ അനുഭവിച്ചേക്കാം. നിങ്ങൾ മറ്റൊരാളിൽ ആകർഷണം ഉണ്ടാകാൻ സാധ്യതയോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു പ്രണയബന്ധത്തിൻ്റെ ഓർമ്മയോ ആ വ്യക്തിയെ വലിക്കുന്നിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു കുലുക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ അത് ദുർവ്യാഖ്യാനമാകാം, നിങ്ങളുടേത് സത്യമാകണമെന്നില്ല. ഈ കാർഡ് പകച്ച ഹൃദയത്തിൻ്റെ വേദനയെ കാണിക്കുന്നുണ്ട്. ഒരു വേദന അവിടെ ഉണ്ടാകുന്നു, അവിടെ വിഷാദമുണ്ട്, ദുഃഖമുണ്ട്. ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു ഭാവം അവിടെയുണ്ട്. സത്യമായാലും മിഥ്യയായാലും ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. 3-ാമത്തെ കാർഡിൽ നമുക്കത് വ്യക്തമാക്കാം, അത് മിഥ്യയാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളത്. ഇപ്പോൾ 3-ാമത്തെ കാർഡിലേക്ക് പോകാൻ ദി മൂൺ എന്ന കാർഡാണ്. ദി മൂൺ എന്ന കാർഡ് ഒരു പക്ഷേ ഭാവിയെ തന്നെയാണ് കുറിക്കുന്നത്. തീർച്ചയായിട്ടും ദി മൂൺ അഥവാ ചന്ദ്രൻ ഈ കാർഡിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ സംശയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കള്ളത്തരം ഉണ്ടാകുമോ എന്ന തോന്നൽ നിങ്ങൾക്കുണ്ട്, സംശയമുണ്ട്. എല്ലാം വെളിച്ചം കാണാൻ സമയമെടുക്കും. വ്യക്തിപരമായി നിങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്.
തീർച്ചയായും ഉടൻ അതിൻ്റെ മറുപടി കിട്ടും. ഉണ്ടായ യാഥാർത്ഥ്യമുള്ള സംഭവങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയം ദുർവ്യാഖ്യാനം ചെയ്യുന്നു ചിലത്. അതിന് ചില സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയെ നിങ്ങൾ വല്ലാതെ സംശയിക്കേണ്ട. ഏതെങ്കിലും ആളുകൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ളൊരു വശീകരണ ശ്രമവുമായി വന്നാൽ പോലും ഉറച്ചു നിൽക്കാനാണ് നിങ്ങളോട് പറയുന്നത്. വശീകരിക്കാൻ വന്നവർ തകർന്നടിഞ്ഞു പോകണം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നിതാന്തമായ ആശയക്കുഴപ്പം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ദുഃഖം ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾ വിഷമിക്കുന്നതിൻ്റെ തേങ്ങൽ അറിയാൻ കഴിയുന്നുണ്ട്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. ഒന്നും തകർന്നു പോകില്ല. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ, ആശങ്കപ്പെടുന്നത് പോലെ, വിഷാദം അനുഭവിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവർ മറച്ചു വെക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആശങ്കപ്പെടാനില്ല. ശക്തി നിങ്ങൾക്ക് ശക്തി നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ ടറോട്ട് കാർഡ് റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.